ഇതിപ്പോൾ ഞാൻ വായിച്ച പേജ് 1488 പേജാണ്. അതിൽ വിശദമായി തന്നെ കോടതി പലതവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഇതിൽ ശരിയായ രീതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനായില്ല എന്നാണോ? ഈ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷൻ പൂർണ്ണ പരാജയം എന്നാണ് ഈ വിധിപ്പകർപ്പിന്റെ ഒരു സംക്ഷിപ്ത രൂപമായി നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കൊട്ടേഷൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വരിക ഈ പണമിടപാടാണ്. പക്ഷേ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നുമില്ല എന്നാണ് ഈ വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നത്. ആരോപണങ്ങൾ പലതുണ്ട്, പക്ഷെ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകളോ മറ്റ് ശാസ്ത്രീയ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കോടതി അത് ചൂണ്ടിക്കാണിക്കുന്നത്